ചാലക്കുടി ബാങ്കിൽ നിന്ന് 15 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയ കള്ളൻ കൂളായിട്ട് പിടിക്കപ്പെട്ടു. തന്നെ ആരും പിടിക്കില്ല എന്ന ഉറപ്പിൽ വളരെ ഭയങ്കരമായ പ്ലാനുകളൊക്കെ ആയിട്ട് തൊപ്പിയുടെ മേലിൽ തൊപ്പി, ഹെൽമെറ്റ്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയിട്ട് വളരെ അഭ്യാസം കാണിച്ചിട്ട് തന്നെയാണ് അയാൾ ഉറപ്പിച്ചത് ഇതിനെ പിടിക്കപ്പെട്ടില്ല. റോജിയാനിയുടെ എന്നാണ് പേര്. ചാലക്കുടി പോട്ടയ്ക്കടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ കൂളായിട്ട് നമ്മുടെ കേരള പോലീസ് പൊക്കി. നമ്മുടെ കുറ്റാന്വേഷണ സംവിധാനത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ പോട്ടാണ് ആ മണ്ടർ അതൊക്കെ കാണിച്ചു. പക്ഷേ അയാൾ സ്വയം മണ്ടറായെങ്കിലും അയാളിപ്പോൾ ബാങ്ക് മാനേജരെയാണ് മണ്ടാന്ന് വിളിച്ചിരിക്കുന്നത്. ബാങ്ക് മാനേജർ വളരെ മണ്ടനാണ്. ഞാൻ കത്തി കാണിച്ചപ്പോൾ തന്നെ അയാൾ മാറി തന്നു. അയാളെ എതിർത്തിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ മോഷ്ടിക്കില്ലായിരുന്നാണ് ഇപ്പോഴത്തെ മൊഴി കൊടുത്തേക്കുന്നത്. ഏതോ ഒരു സിനിമയിൽ ഹിറ്റ്ലർ എന്ന സിനിമയെ തന്നു സോമേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഒന്നുറക്ക കറച്ചിരുന്നെങ്കിൽ എന്ന് പറയുന്ന കണക്കേ ഉള്ളത്. കത്തിയുമായിട്ട് തന്നെ ആക്രമിക്കാൻ വരുന്ന ഒരു കുറ്റവാളിയുടെ മുന്നിൽ എതിർത്തുകൊണ്ട് സ്വയം കുത്ത് ഏറ്റുവാങ്ങി അയാൾ ചെത്തു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തിനില്ല. അല്ലാണ്ട് എന്താണ്? അയാൾ ബുദ്ധിമാനായിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറയുള്ളൂ. അയാളെന്നല്ല, ഇത്തരത്തിലുള്ള ഒരാൾ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഈ പാട്ടിലോറിയുടെ മുന്നിലേക്ക് തവള ശ്വാസം പിടിച്ചിട്ട് നിൽക്കാൻ പാടില്ല. അവിടെ നിങ്ങളുടെ ജീവനാണ് ആദ്യം നോക്കേണ്ടത്. ജീവൻ തന്നെയാണ് പ്രധാനം, പണമൊക്കെ പിന്നീടേ വരികയുള്ളൂ. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇയാൾ പറയുന്നത് അയാളെ എതിർത്തില്ലായിരുന്നെങ്കിൽ ഞാനൊന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ ഇയാൾ എതിർക്കാൻ സ്വാഭാവികമായിട്ട് അയാൾ പ്രതികരിക്കും. ചിലപ്പോൾ അയാൾ കുത്തിന്ന് വരും. ആ ഒരു മൊമെൻ്റാണ്. അതൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. പ്രിയപ്പെട്ട ജോലി ചെയ്യുന്ന ബാങ്ക് ഉദ്യോഗസ്ഥരെ, എനിക്ക് നിങ്ങളോട് പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ശരീരവും ജീവനും തന്നെയാണ് പ്രധാനം. നിങ്ങൾ ബാങ്കിന് വേണ്ടി രക്തസാക്ഷി ആയിക്കഴിഞ്ഞാൽ കുറച്ച് കാശ് കിട്ടിയെന്ന് വരും, പക്ഷേ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. ആത്യന്തികമായി ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ തീർച്ചയായിട്ടും ആ മൊമെന്റിൽ വഴങ്ങി കൊടുക്കുക. വേറെ വഴികളൊന്നും ഇല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അയാളെ കീഴ്പ്പെടുത്താൻ വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ചെയ്യാം. അത്തരത്തിലുള്ള വഴികളും നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു നിന്നില്ലെങ്കിൽ കീഴ്പ്പെടുക തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മാർഗമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മണ്ടനെന്ന് വിളിച്ച പ്രതി ഇപ്പോൾ ഉണ്ട തിന്നാൻ സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന്.